ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. വാല്യൂ ഓഫ് സപ്ലൈ എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ GST ഈടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണക്കാക്കപ്പെടണം. എന്നാൽ മാത്രമേ അതിന് GST റേറ്റ് വെച്ച് ടാക്സ് ഈടാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കണക്കാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചില സ്പെസിഫിക് കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയി അതിൻ്റെ MRP 999 ആണെന്ന് വിചാരിക്കാം. ബട്ട് കടക്കാരൻ അത് 900 രൂപക്ക് തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ? നമ്മൾ പഠിച്ചു വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് ഏതായിരിക്കും? 900 രൂപയായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലാണ് GST ഈടാക്കുക. അപ്പോൾ ഇനി നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ചു അൺറിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ ഒരു സപ്ലൈ നടന്നു കഴിഞ്ഞാൽ ആ സപ്ലൈയുടെ കൺസിഡറേഷൻ പ്രൈസ് ആണ് എങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുക എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. എന്നാൽ ഇനി നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് വേർ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോളി ഇൻ മണി. ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ ചെയ്തു, ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്തു, ഓക്കെ, അതിൻ്റെ കൺസിഡറേഷൻ മുഴുവനായിട്ടും മണിയിൽ അല്ല അഥവാ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഗുഡ്സ് കൊടുത്തു വേറൊരു ഗുഡ്സ് വാങ്ങുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ അഥവാ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇനി അതുമല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുത്തു, കുറച്ച് എന്ത് ചെയ്തു ആ ഗുഡ്സും കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോളി ഇൻ മണി, മുഴുവനായിട്ടും എന്തിലല്ല ക്യാഷ് ആയിട്ടല്ല കൺസിഡറേഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ അത് ഫ്രീ ആയിട്ടാവാം, ചിലപ്പോൾ എന്ത് ചെയ്യാം കുറച്ച് ക്യാഷ് അല്ലെങ്കിൽ കുറച്ച് എന്ത് ചെയ്യും ആ ഒരു ഗുഡ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സ് കൊടുക്കും. ഇങ്ങനത്തെ കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആസ് പെർ റൂൾ 27 പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ റൂൾ 27 എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ റൂൾ 27 പറഞ്ഞിട്ടുള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ഷാൾ ബി. ഇപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് ബി ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് സപ്ലൈ. ആ സപ്ലൈയുടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതാണ് അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ? ഒരു ദിവസം അല്ലെങ്കിൽ ആ ദിവസം തന്നെ, അപ്പോൾ ആ ദിവസം ആ പ്രൊഡക്റ്റ് വേറൊരാൾക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപക്കാണ് വിൽക്കുക, ആ പ്രൈസാണ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ നോക്കുന്നത്? ഒരു സപ്ലൈ നടന്നു, പക്ഷേ ആ സപ്ലൈ ഇതിലല്ല, ഫുള്ളായിട്ടും ക്യാഷിലല്ല എങ്കിൽ അവിടെ ഫസ്റ്റ് നമ്മൾ ഏത് നോക്കുന്നു? അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരു ആ പർട്ടിക്കുലർ ഡേയിൽ എത്ര രൂപക്കാണോ അത് വിൽക്കുന്നത് അതാണ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്. ഇനി ഓപ്പൺ മാർക്കറ്റ് വാല്യൂ കണക്കാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇഫ് ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഈസ് നോട്ട് അവൈലബിൾ be the sum total of consideration in money and amount in money as equivalent to the considerations not in the money. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ല എങ്കിൽ എത്രയാണോ ടോട്ടൽ ക്യാഷ് ആയിട്ട് കിട്ടിയത് പ്ലസ് പകരം തന്ന പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഇവ രണ്ടും പകരം തന്ന മാർക്കറ്റ് വാല്യൂ എത്രയാണോ അവ രണ്ടും കൂടി കൂട്ടിയതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. മിസ്റ്റർ എ ഡീലറാണ്, ഓക്കെ, ആൻഡ് മിസ്റ്റർ ബി കസ്റ്റമറാണ്. മിസ്റ്റർ ബിക്ക് ഒരു ലാപ്ടോപ്പ് കൊടുത്തു. അതിന് പകരമായിട്ട് മിസ്റ്റർ എക്ക് കൊടുക്കുന്നത് ഒരു 10,000 രൂപ ക്യാഷായിട്ട് കൊടുത്തു, പ്ലസ് അതിൻ്റെ കൂടെ ഒരു ലാപ്ടോപ്പും ആ പഴയൊരു മിസ്റ്റർ ബീൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പും കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാപ്ടോപ്പിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ, ഈ പഴയ ലാപ്ടോപ്പിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അത് പ്ലസ് 10,000 കൂടി കൂട്ടിയതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ക്ലിയർ? ഇനി ഈ രണ്ട് രീതിയിലുള്ള വാല്യൂ ഓഫ് സപ്ലൈയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ, ഇഫ് ദ വാല്യൂ ഓഫ് സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമൈനബിൾ
under the clause A and clause B. Okay, the value of supply of goods or service or both like kind and quality. അപ്പോൾ ഈ രണ്ട് രീതിയിൽ വാല്യൂ ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന് എത്രയാണോ ഈടാക്കുന്നത് അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ആ പഴയ ലാപ്ടോപ്പിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കാൻ പറ്റിയില്ല എങ്കിൽ അവിടെ മിസ്റ്റർ എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീലർ അതേപോലത്തെ ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പ് എത്ര രൂപക്കാണോ അത് വിൽക്കുന്നത് അല്ലെങ്കിൽ അത് എടുക്കുന്നത് ആ വാല്യൂ ആകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര മനസ്സിലാക്കിയാൽ മതി, അതേപോലത്തെ പ്രൊഡക്റ്റിന് ലൈക്ക് ആൻഡ് കൈൻഡ് ആൻഡ് ക്വാളിറ്റി അതേപോലത്തെ പ്രൊഡക്റ്റിന് എത്രയാണോ വാല്യൂ ഈടാക്കുന്നത് അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഇനി ഈ മൂന്ന് രീതിയിലും അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഏത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അതേപോലെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ദെൻ ലൈക്ക് ആൻഡ് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഈ മൂന്ന് രീതിയിലും വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ നോക്കുന്നത് ഏതാണ്, റൂൾ 30 അല്ലെങ്കിൽ റൂൾ 31. ഓക്കെ, അപ്പോൾ എന്താണ് റൂൾ 31? റൂൾ 30 പറഞ്ഞുള്ളത് ദ വാല്യൂ ഷാൾ ബി 110% of the cost of production or cost of acquisition or the cost of provision of service. അപ്പോൾ ഈ മൂന്ന് രീതിയിലും അതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ ഏത് നോക്കണം, റൂൾ 30, 31 നോക്കണം. ഓക്കെ, അപ്പോൾ റൂൾ 31 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യത്തിൽ അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ 110% അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ എത്രയാണോ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അതിൻ്റെ 110% എടുക്കുക. ഓക്കെ, അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഇനി അതും പറ്റിയിട്ടില്ല എങ്കിൽ ഏത്, ഇപ്പോൾ ഈ സർവീസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കേസിൽ അതിൻ്റെ റീസണബിൾ ആയിട്ടുള്ള അതിൻ്റെ വാല്യൂ കണക്കാക്കും. അതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ വെച്ചിട്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ കണക്കാക്കും. അതാകും അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു, എന്താണ് പഠിച്ചത്, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് വേർ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഓൺലി ഇൻ മണി. ഓക്കെ, അപ്പോൾ അതിൻ്റെ 4 പോയിൻറ്റ് അതിൽ നമ്മളിപ്പോൾ റൂൾ 27 പ്രകാരമാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ 4 പോയിൻറ്റ് പറഞ്ഞു. ആ 4 പോയിൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റൂൾ 30യും 31 കടന്നു വന്നിട്ടുണ്ട്, അതും നോക്കുക. ഓക്കെ, ക്ലിയർ. ഇനി വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ distinct or related person other than through an agent. ഇനി രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ തമ്മിലാണ് സപ്ലൈ നടക്കുന്നത് എങ്കിൽ പക്ഷേ ആ റിലേറ്റഡ് പേഴ്സൺ ആരല്ല, ഏജൻറ്റും പ്രിൻസിപ്പളും അല്ല. അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പളും അല്ലാത്ത വേറെ ഏതെങ്കിലും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ സപ്ലൈ നടന്നു കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ കണക്കാക്കുന്നത് ആസ് പെർ റൂൾ 28 പ്രകാരമാണ്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, അപ്പോൾ എൻ്റെ ഒരു റിലേറ്റഡ് പാർട്ടി ചെന്നൈയിലുണ്ട്. ഞാൻ കുറച്ച് ഗുഡ്സ് എൻ്റെ റിലേറ്റഡ് പാർട്ടിക്ക് എന്ത് ചെയ്തു, വിറ്റു എങ്കിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് പ്രകാരമാണ്, ദ വാല്യൂ ഓഫ് സപ്ലൈ ഷാൾ ബി എ സി ആൻഡ് ഡി എബവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചില്ലേ, എ ആൻഡ് സി ആൻഡ് ഡി ഈ 3 കണ്ടീഷൻ പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പളും അല്ലാത്ത ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണോ അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സണോ തമ്മിൽ സപ്ലൈ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് നോക്കുക, ആദ്യം അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ആദ്യം അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നോക്കും. പിന്നെ നോക്കുന്നത് ഈ സെക്കൻഡ് പോയിൻ്റ് എടുക്കില്ല ഈ കേസിൽ. ഓക്കെ, പിന്നെ നോക്കുന്നത് ഏതാണ്, സി ആണ്. ദ വാല്യൂ ഓഫ് സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമൈനബിൾ അണ്ടർ ക്ലോസ് എ. ഓക്കെ, ഇത് പ്രകാരം നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അഥവാ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ പ്രകാരം ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ നോക്കുന്നത് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റിക്ക് എത്രയാണോ അതിൻ്റെ വാല്യൂ അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. എന്നിട്ട് ഈ എയും സിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പ്രകാരവും നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ നോക്കും റൂൾ 30, 31. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ അത് പഠിച്ചത് തന്നെയാണ് ഇവിടെയും. അതിലേത് മാത്രം ഒഴിവാക്കി, ബി എന്നത് മാത്രം ഒഴിവാക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിൽ സപ്ലൈ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് ഏത് റൂൾ 29 പ്രകാരം പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരമാണ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റൂൾ 27 പഠിച്ചു, 28 പഠിച്ചു, ഇനിയിപ്പോൾ 29 പഠിക്കാൻ പോകുന്നു, എൻ്റെ 30, 31. ക്ലിയർ? അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. ഇപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ എന്തായിരിക്കും? ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് സപ്ലൈഡ്. ആ ഗുഡ്സ് സപ്ലൈ ചെയ്തതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നോക്കും. അല്ലെങ്കിൽ അതേ കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് റിസിപ്പിയൻറ്റിന് എത്ര രൂപക്കാണോ കസ്റ്റമർ വിൽക്കുന്നത് അതിൻ്റെ 90% ആകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. മിസ്റ്റർ പി പ്രിൻസിപ്പളാണ് ആൻഡ് മിസ്റ്റർ എ ഏജൻ്റാണ്. അപ്പോൾ മിസ്റ്റർ എക്ക് 1 lakhൻ്റെ ഗുഡ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എ അത് കസ്റ്റമറിന് വിറ്റത് 1,20,000 ആണ് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 1,20,000നെ 90%, അപ്പോൾ എത്ര ആകും? 1,20,000 90% എന്ന് പറഞ്ഞാൽ 1,08,000. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ആദ്യം നമ്മളെന്താ പറഞ്ഞത്? എത്രയാണോ അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അത്. ഇനി അതില്ല എങ്കിൽ ഏജൻറ്റ് കസ്റ്റമറിന് കൊടുത്ത വാല്യൂ അതിൻ്റെ 90% അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂയിലും അതേപോലെ ഈ 90%ൻ്റെ ആ രീതിയിലും അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ ഇത് നോക്കും വാല്യൂ ആസ് പെർ റൂൾ 30 ആൻഡ് 31. പിന്നെ നമ്മൾ റൂൾ 30, 31 അത് പറഞ്ഞ പ്രകാരം നോക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരുപാട് റൂള് പഠിച്ചു. റൂൾ 27 പഠിച്ചു, റൂള് 28 പഠിച്ചു, 29 പഠിച്ചു, ആൻഡ് 30, 31. ക്ലിയർ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ആൻഡ് ഹോഴ്സ് റേസ്. അപ്പോൾ ഈ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഹോഴ്സ് റേസ് ഇതിലൊക്കെ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഈ ലോട്ടറിൻ്റെ കേസിൽ ലോട്ടറി 2 രീതിയിലുണ്ടാകും. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് റൺ ചെയ്യുന്ന ലോട്ടറിയും മറ്റത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുള്ള ലോട്ടറിയും. അപ്പോൾ ഈ ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലോട്ടറി നോട്ട് അലൗഡ് ടു ബി സോൾഡ് ഇൻ എനി സ്റ്റേറ്റ് അതർ ദാൻ ദി ഓർഗനൈസിങ് സ്റ്റേറ്റ്. അപ്പോൾ ഓർഗനൈസിങ് സ്റ്റേറ്റിലൊഴികെ ബാക്കി ഒരു സ്റ്റേറ്റിലും അത് വിൽക്കാനുള്ള അലൗഡ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ അത് ഓർഗനൈസ് ചെയ്യുന്നത് അത് അവിടെ തന്നെ മാത്രമേ ആ സ്റ്റേറ്റിൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. ഇനി ലോട്ടറി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസിങ് സ്റ്റേറ്റിലും മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ വിൽക്കാൻ പറ്റുന്ന ലോട്ടറിയാണ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് അതിൻ്റെ ഫേസ് വാല്യൂൻ്റെ ലോട്ടറിയുടെ ഫേസ് വാല്യൂൻ്റെ 100/112. ഓക്കെ, അപ്പോൾ 100/112 ഇൻറ്റു ഫേസ് വാല്യൂ. ഓക്കെ, അതാകും. അല്ലെങ്കിൽ പ്രൈസ് ആസ് നോട്ടിഫൈഡ് ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് ബൈ ദി ഓർഗനൈസിങ് സ്റ്റേറ്റ്. അപ്പോൾ ഓർഗനൈസിങ് സ്റ്റേറ്റ് ഒഫീഷ്യൽ ഗസറ്റിൽ ഇതിൻ്റെ പ്രൈസൊക്കെ എന്ത് ചെയ്യണം? നോട്ടിഫൈ ചെയ്ത് വെക്കണം. ആ ലോട്ടറിക്ക് എത്രയാണ് അതിൻ്റെ പ്രൈസ് എന്നുള്ളത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാകും ഒഫീഷ്യൽ ഗസറ്റിൽ. ഓക്കെ, ആ പ്രൈസ്. അപ്പോൾ ഇതിൽ ഏതാണോ ഹയർ അതാണ് അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ എന്താ പറഞ്ഞത്? അതിൻ്റെ ടിക്കറ്റിൻ്റെ ഫേസ് വാല്യൂ, ആ ഫേസ് വാല്യൂവിൻ്റെ 110/112 ആ വാല്യൂ എടുക്കുക. ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രൈസ് എത്രയാണോ അത് എടുക്കുക. ഇതിൽ ഏതാണോ ഹയർ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. ഇനി ലോട്ടറി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് ആ ഫേസ് വാല്യൂ ടിക്കറ്റിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 100/128 ആണ്. ഇപ്പോൾ 100/128 ആണ് അതെടുക്കുക. ഓർ ദ പ്രൈസ് വെരിഫൈഡ് ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ്, ഒഫീഷ്യൽ ഗസറ്റിൽ വെരിഫൈ ചെയ്തിട്ടുള്ള ആ പ്രൈസ് അതെടുക്കുക. ഇതിൽ ഏതാണോ ഹയർ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോട്ടറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ആക്ഷണബിൾ ക്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻ ഇൻ ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഹോഴ്സ് റേസിങ് ഇങ്ങനത്തെയുള്ള ഈ കേസിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് 100% ഓഫ് ഫേസ് വാല്യൂ ഓഫ് ബെറ്റ്. ഇപ്പോൾ ബെറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബെറ്റിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 100%, അല്ലെങ്കിൽ ദ എമൗണ്ട് പെയ്ഡ് ഇൻ ടു ദി ടോട്ടാലിസേറ്ററിന് എത്രയാണോ എമൗണ്ട് പേ ചെയ്യുന്നത് അത്.
ഓക്കെ, അപ്പോൾ ഇതാണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ലോട്ടറിൻ്റെ കേസിൽ ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ഹോഴ്സ് റേസിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ഇൻ റെസ്പെക്റ്റ് ഓഫ് സെർട്ടൈൻ സപ്ലൈസ്. അപ്പോൾ ചില സപ്ലൈസ് ഉണ്ട്, അതിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അത് റൂൾ 32 പ്രകാരമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ചധികം സെർട്ടൈൻ സപ്ലൈസ് പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ റിലേഷൻ ടു പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫോറിൻ കറൻസി. അപ്പോൾ ഒരു ഫോറിൻ കറൻസി നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ കറൻസി ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ വേർ വൺ കറൻസി എക്സ്ചേഞ്ച്ഡ് ഇൻ ദി ഇന്ത്യൻ കറൻസി. അപ്പോൾ ഒരു കറൻസി എന്താണ്, അതിൽ രണ്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒന്ന് ഇന്ത്യൻ കറൻസിയാണ്, മറ്റത് ഫോറിൻ കറൻസിയുമാണ്. അപ്പോൾ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ ബൈയിങ് ഓർ സെല്ലിംഗ് റേറ്റ് ആൻഡ് RBI റെഫറൻസ് റേറ്റ് ഫോർ ദാറ്റ് കറൻസി അറ്റ് ദാറ്റ് ടൈം മൾട്ടിപ്ലൈഡ് ബൈ ദി ടോട്ടൽ യൂണിറ്റ് ഓഫ് കറൻസി. നമ്മൾ ആ കറൻസി ബൈയിങ് ചെയ്യുകയോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന റേറ്റ്, അതും RBI റെഫറൻസ് റേറ്റ് എടുക്കുക. ഓക്കെ, അതിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ഇൻറ്റു എത്ര യൂണിറ്റ്സ് ഓഫ് കറൻസിയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ മിസ്റ്റർ എ എന്ത് ചെയ്തു, ബാങ്കിന് $100 കൊടുത്തു. എന്നിട്ട് ആ ബാങ്കിൽ നിന്നും എന്ത് വേണം, ക്യാഷും കിട്ടണം, എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി കിട്ടണം. അപ്പോൾ $100 മിസ്റ്റർ എ ബാങ്കിന് കൊടുത്തു. അപ്പോൾ ഇവിടെ RBIൻ്റെ റെഫറൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി 70 രൂപയാണ് RBIൻ്റെ റെഫറൻസ് റേറ്റ്. ഇനി ബാങ്ക് ആ 70 രൂപ എന്ത് ചെയ്യുന്നില്ല, $1 70 രൂപ വെച്ചിട്ട് കൊടുക്കില്ല. ബാങ്കിൻ്റെ ഒരു ചെറിയ സർവീസ് ചാർജ് ഇതൊക്കെ ഈടാക്കിയിട്ട് ബാങ്ക് $1 68 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി RBIൻ്റെ റെഫറൻസ് റേറ്റ് 70 രൂപയുണ്ട്, ബാങ്ക് എന്ത് ചെയ്യുന്നു, 68 രൂപക്കാണ് മിസ്റ്റർ എക്ക് കൊടുക്കുന്നത്. അങ്ങനെ $1000 എന്ത് ചെയ്തു, മിസ്റ്റർ എ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 RBI റെഫറൻസ് റേറ്റും അതേപോലെ ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റ് എത്രയാണ്, 68 രൂപ. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 2 രൂപ ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് കറൻസി എത്രയാണ്, 1000 കറൻസിയാണ്, 1000 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു 1000 എന്നുള്ളത് എത്രയാകും, 2000 ആകും. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് എത്രയാണ്, 2000. ക്ലിയർ, 2000. അപ്പോൾ എന്താ പറഞ്ഞത്, RBI റെഫറൻസ് റേറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റും അതേപോലെ RBI റെഫറൻസ് എടുക്കുക, അതിലുള്ള ഡിഫറൻസ് നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2 ഡിഫറൻസ് ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ ദി ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് കറൻസി. എത്രയാണ് ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് കറൻസി ഉള്ളത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഇനി RBI റെഫറൻസ് റേറ്റ് ഈസ് നോട്ട് അവൈലബിൾ, RBIൻ്റെ റെഫറൻസ് റേറ്റ് അവൈലബിൾ അല്ല എങ്കിൽ അവിടെ 1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് INR പ്രൊവൈഡഡ് ഓർ റിസീവ്ഡ് ബൈ ദി പേഴ്സൺ ചാർജിങ് മണി. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ എക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ എ $1000 എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിന് എക്സ്ചേഞ്ച് ചെയ്യണം, ബാങ്കിന് കൊടുത്തിട്ട് അത് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, $1 കൊടുത്ത് ക്യാഷ് ആക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ എ $1000 ബാങ്കിന് കൊടുത്തു, പക്ഷെ അവിടെ എന്തില്ല, RBI റെഫറൻസ് റേറ്റ് അവൈലബിൾ അല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ RBI റെഫറൻസ് റേറ്റ് ഇല്ല എങ്കിൽ എത്രയാണോ ഇന്ത്യൻ റുപ്പി കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ $1 68 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും, 68 അല്ലേ, 68 ഇൻറ്റു 1000 68,000. ഓക്കെ, 68,000. ഈ 68,000ൻ്റെ 1% ദാറ്റ് ഈസ് 680 അങ്ങനെ തന്നെ ആവും. ഓക്കെ, 680 ആണ് എന്ത്, വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ RBI റെഫറൻസ് റേറ്റ് നോട്ട് അവൈലബിൾ, ദെൻ 1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് INR പ്രൊവൈഡഡ് ഓർ റിസീവ്ഡ് ബൈ ദി പേഴ്സൺ ചാർജിങ് മണി. ക്ലിയർ. ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ, അപ്പോൾ ഈ ഓപ്ഷൻ എന്ത് ചെയ്യാം, എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ
എക്സ്ചേഞ്ച് ചെയ്തത് അപ് ടു 1 ലാക്ക് വരെ ആണെന്നുണ്ടെങ്കിൽ 1% ഓർ 250 വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ 1%ഓ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്ചേഞ്ച് ചെയ്ത മണിയുടെ ആ എക്സ്ചേഞ്ചിൻ്റെ വാല്യൂവിൻ്റെ 1%ഓ അല്ലെങ്കിൽ 250ഓ വിച്ച് എവർ ഈസ് ഹയർ ആണ് ഏത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. ഇവിടെ $1000 ആണ്, $1000 എക്സ്ചേഞ്ച് ചെയ്തത്. ഒരു ഡോളറിന് 70 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 70,000 ആണ് അതിൻ്റെ വാല്യൂ. എന്ന് വെച്ചാൽ 1 ലാഖിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ലാഖിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അപ് ടു 1 ലാഖ് ആണെന്നുണ്ടെങ്കിൽ 1% ഓഫ് ഗ്രോസ് എമൗണ്ട്, 1% ഓഫ് ഗ്രോസ് എമൗണ്ട് എത്രയാണ്? 700 ഓർ 250 വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ ഏതാണ് ഹയർ, ഏതാണ്? 700. ക്ലിയർ. ഇനി 1 ലാഖ് മുതൽ 10 ലാഖ് വരെയാണ് അതിൻ്റെ ഗ്രോസ് എമൗണ്ട് എങ്കിൽ അവിടെ 1000 പ്ലസ് 0.5% ഓഫ് ദി ഗ്രോസ് എമൗണ്ടിൽ നിന്ന് എത്രയാണോ കറൻസി എക്സ്ചേഞ്ച് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ചിൽ മൈനസ് 1 ലാഖ്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ മനസ്സിലാക്കും. ഇപ്പോൾ $10,000 ആണ് കൊടുക്കുന്നത്, $10,000 എക്സ്ചേഞ്ച് ചെയ്യുന്നത് 70 രൂപ വെച്ചിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ എത്രയാവും? ഗ്രോസ് വാല്യൂ 7 ലാഖ്. അപ്പോൾ 7 ലാഖ്, അപ്പോൾ 10 ലാഖ് 1 ലാഖിനേക്കാൾ കൂടുതലും 10 ലാഖിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ 1000 പ്ലസ് 0.5% ഓഫ് ഗ്രോസ് എമൗണ്ട് എത്രയാണ്? 7 ലാഖ് മൈനസ് 1 ലാഖ്. ഓക്കെ, അപ്പോൾ 0.5% ഓഫ് 6 ലാഖ് ആണ് എടുക്കുക. ഓക്കെ, 0.5% ഓഫ് 6 ലാഖ്. അപ്പോൾ 0.5% ഓഫ് 6 ലാഖ് എന്ന് പറയുമ്പോൾ എത്ര വരും? 3000 വരും. ഓക്കെ, അപ്പോൾ 3000 പ്ലസ് 1000 4000 ആകും അതിൻ്റെ എന്ത് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ക്ലിയർ. ഇനി 10 ലാഖിനേക്കാൾ മുകളിലാണ് അതിൻ്റെ വാല്യൂ എങ്കിൽ 5500 പ്ലസ് 0.1%, പക്ഷേ മാക്സിമം എത്രയാണ്? 60,000. എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ $1 ലാഖ് ഉണ്ട്, അത് 70 രൂപ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ലാഖിൻ്റെ ഡോളർ നോക്കുകയാണെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 70 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 70 ലാഖ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 5500 പ്ലസ് 0.1% ഓഫ് വാട്ട്? ഈ 70 ലാഖിൽ നിന്ന് എന്ത് ഓർക്കണം? 10 ലാഖ് ലെസ് ചെയ്യുക. 10 ലാഖ് ലെസ് ചെയ്തിട്ട് അതിൻ്റെ 1% എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 ലാഖിൻ്റെ എത്ര? 1% അല്ല 0.1%. അപ്പോൾ അവിടെ വരുന്നത് ഐ തിങ്ക് 6000 ആകും. ഓക്കെ, 6000. അപ്പോൾ ടോട്ടലി 11,500. അപ്പോൾ ക്ലിയർ. അപ്പോൾ ഫ്രം 10 ലാഖ് മുതലാണെന്നുണ്ടെങ്കിൽ 5500 പ്ലസ് 0.1% സബ്ജക്റ്റ് ടു മാക്സിമം ഓഫ് ₹60,000. അപ്പോൾ മാക്സിമം എത്രയാണ് വാല്യൂ ഓഫ് സപ്ലൈ വരുള്ളൂ? 60,000 ആണ്. അപ്പോൾ 60,000 ഉള്ളിലാകും അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ഓപ്ഷൻ എടുക്കാം. ഈ സെക്കൻഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു വർഷം തന്നെ അത് എന്ത് ചെയ്യണം? ആ സെക്കൻഡ് ഓപ്ഷന് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ബുക്കിംഗ് ഓഫ് ടിക്കറ്റ് ബൈ എയർ ട്രാവൽ ഏജൻറ്റ്. അപ്പോൾ എയർ ട്രാവൽ ഏജൻറ്റിൽ നിന്നാണ് ഈ നമ്മൾ എയർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് എന്താകും? അപ്പോൾ ഈ എയർ ടിക്കറ്റിൻ്റെ കേസിൽ ഇവിടെ ഡൊമസ്റ്റിക് ബുക്കിംഗ് ഉണ്ട്, അതേപോലെ ഇൻ്റർനാഷണൽ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ബേസിക് ഫെയറിൻ്റെ 5%ഉം ഇൻ്റർനാഷണൽ ബുക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ബേസിക് ഫെയറിൻ്റെ 10% ആകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. അപ്പോൾ എന്താണ് ബേസിക് ഫെയർ? ബേസിക് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫെയർ ഓൺ വിച്ച് ദ കമ്മീഷൻ ഈസ് നോർമലി പേയബിൾ ടു ഏജൻറ്റ് ബൈ എയർലൈന്. അപ്പോൾ ഈ എയർലൈന് ഏജൻറ്റിനൊക്കെ ഏത് റേറ്റിൻ്റെ മേലിലാണ്, ഏത് ഫെയറിൻ്റെ മേലാണ് കമ്മീഷൻ കൊടുക്കുന്നത്, ആ ഫെയറാണ് ബേസിക് ഫെയർ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു ടിക്കറ്റ് എടുത്ത് ഒരു എയർ ഇന്ത്യക്ക് ഒരു ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ ചാർജ് എന്നുള്ളത് 25,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ 25,000-ൽ 5,000 ടാക്സ് ആണെന്ന് വിചാരിക്കുക. 5,000 ടാക്സ് ആണെങ്കിൽ ആ ടാക്സ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എത്ര ആകും? 20,000 ആകും. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ടിക്കറ്റിൻ്റെ ബേസിക് ഫെയർ എന്നുള്ളത്. അപ്പോൾ ഇത് ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ 5%. അപ്പോൾ 20,000-ൻ്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,000 ആകും വാല്യൂ ഓഫ് സപ്ലൈ. ഇനി ഇൻ്റർനാഷണൽ ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ 20,000-ൻ്റെ 10%, ദാറ്റ് ഈസ് 2,000 ആകും വാല്യൂ ഓഫ് സപ്ലൈ. ക്ലിയർ.
അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ കേസസിലാണ്. ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ 3 കേസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ ഫസ്റ്റ് പറയുന്നത് പോളിസി വിത്ത് ഡ്യുവൽ ബെനിഫിറ്റ്, എ റിസ്ക് കവറേജ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ 1 ലാഖിൻ്റെ പോളിസി എടുക്കുന്നു. അപ്പോൾ ഈ 1 ലാഖിൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റിസ്ക്കും കവറേജ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ലാഖിൽ ഞാൻ പറയും 20% ഇവിടെ ഹോൾഡ് ചെയ്യാണ്, ബാക്കി 80% ഇൻവെസ്റ്റ് ചെയ്യാണ്. ഈ 80% നമ്മൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിലോ ഏതെങ്കിലും സെക്യൂരിറ്റി ലോണായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. മെച്യൂരിറ്റിൻ്റെ പീരീഡിൽ എത്രയാണോ ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ അത് നിങ്ങൾക്ക് തരും. ഓക്കെ, ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും നമ്മളവിടെ ക്ലെയിം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിസ്ക് കവറേജ് ഉണ്ട്, അതേപോലെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു പോളിസിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രോസ് പ്രീമിയം ചാർജ്ഡ്, എത്രയാണോ ഗ്രോസ് പ്രീമിയം ചാർജ് ചെയ്തത് 1 ലാഖാണ് പ്രീമിയം, മൊത്തം പ്രീമിയം. അതിൽ നിന്ന് എന്ത് കുറക്കണം, ലെസ് എമൗണ്ട് അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, 80% ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ 80,000 ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രീമിയം ചാർജിൽ നിന്ന് എമൗണ്ട് അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, സോ എത്രയാകും, 20,000 ആകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ക്ലിയർ. നെക്സ്റ്റ് കേസ് പറയുന്നത് സിംഗിൾ പ്രീമിയം ആനുറ്റി പോളിസി. സിംഗിൾ പ്രീമിയം ആനുറ്റി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊറ്റ പ്രീമിയം തരുന്നുള്ളൂ, ഒരൊറ്റ പ്രീമിയം തരും. ഇപ്പോൾ 1 ലാഖിൻ്റെ പോളിസി, ആ 1 ലാഖിൻ്റെ പോളിസി എടുക്കുന്നു. ഇനി അതെന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോളിസി ഹോൾഡറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി പീരീഡിന് എത്രയാണോ ആ അഗ്രിമെൻറ്റ് പ്രകാരം ഉള്ളത് അത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ സിംഗിൾ പ്രീമിയം ആനുറ്റി പോളിസി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഓഫ് സിംഗിൾ പ്രീമിയം ചാർജ് ഫ്രം ദി പോളിസി ഹോൾഡർ. എത്രയാണോ സിംഗിൾ പ്രീമിയം ആയിട്ട് ആ പോളിസി ഹോൾഡറിൽ നിന്ന് ചാർജ് ചെയ്തത് അതിൻ്റെ 10%. ഇപ്പോൾ 1 ലാഖ് ആണെന്നുണ്ടെങ്കിൽ 1 ലാഖിൻ്റെ 10% എത്രയാണ്, 10,000 ആകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ക്ലിയർ. നെക്സ്റ്റ് കേസ് പറയുന്നത് ഓൾ അതർ കേസസിലാണെന്നുണ്ടെങ്കിൽ 25% ഓഫ് പ്രീമിയം ഫോർ ഓഫ് ദി ഫസ്റ്റ് ഇയർ ആൻഡ് ദി 12.5% ഇൻ സബ്സിക്വൻറ്റ് ഇയർ. ഇവിടെ എന്താണ്, ഒരു പോളിസി എടുക്കുകയാണ്. അപ്പോൾ പോളിസി ഹോൾഡർ ഓരോ വർഷവും എന്താണ് പ്രീമിയം പേയ്മെൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓരോ വർഷവും 10,000 രൂപ വെച്ചിട്ടാണ് പ്രീമിയം അടക്കുന്നതെങ്കിൽ ആ പ്രീമിയം അടക്കുന്നത് ഫസ്റ്റ് ഇയറിൽ പ്രീമിയം അടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം അടക്കുന്നതിൻ്റെ 25% എന്ന് വെച്ചാൽ 10,000ൻ്റെ 25% ആയി 2,500 ആകും അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ. ആൻഡ് സബ്സിക്വൻറ്റ് ഇയറിൽ പിന്നീടുള്ള അങ്ങോട്ടുള്ള വർഷം എത്രയാണോ പ്രീമിയം അടക്കുന്നത്, പിന്നീട് അങ്ങോട്ട് 10,000 രൂപ വെച്ചിട്ടാണ് പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 12.5% അഥവാ 1,250 അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ക്ലിയർ. നെക്സ്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു സർവീസ് ആണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഡീലറാണെന്നുണ്ടെങ്കിൽ അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളത്, അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈയിങ് പ്രൈസ്. ഇപ്പോൾ ഒരു പഴയ ഒരു ബൈക്ക് വിറ്റിട്ട് പഴയ ബൈക്ക് വാങ്ങുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 ലാഖിന് ഒരു 1 ലാഖ് കുറച്ച് കൂടി പോകില്ലേ, ഓക്കെ, 50,000 ഒരു പഴയ ബൈക്ക് വാങ്ങുന്നു, സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യാണ്, അതിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഒരു 75,000 വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലെ ഡിഫറൻസ് എത്രയാണോ 25,000 അതാകും അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈയിങ് പ്രൈസ്, സോ ദാറ്റ് ഈസ് വാല്യൂ ഓഫ് സപ്ലൈ. ക്ലിയർ. നെക്സ്റ്റ് പറയുന്നത് വാല്യൂ ഓഫ് ഗുഡ്സ് റീപ്രോസസ്ഡ് ഫ്രം എ ഡിഫാൾട്ടിംഗ് ബോറോവർ ഹു ഈസ് നോട്ട് രജിസ്റ്റേർഡ് ഫോർ ദി പർപ്പസ് ഓഫ് റിക്കവറി ഓഫ് ലോൺ ഓർ ഡെപ്റ്റ് ഷാൾ ബി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ലോൺ എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വണ്ടി വാങ്ങിയിട്ടുള്ളത്, നിൽക്കുക ഒരു കാർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലോൺ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ഡിഫാൾട്ടിംഗ് ബോറോവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാങ്ക് എന്ത് ചെയ്യും, ഈ വണ്ടി കണ്ടുകെട്ടും അല്ലേ, വണ്ടി എന്ത് ചെയ്യും, എടുക്കും. അപ്പോൾ അതിനെയാണ് റീപ്രോസസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് പർച്ചേസ് പ്രൈസ് മൈനസ് 5% ഫോർ എവരി quarter or part thereof between the date of purchase and the date of disposal by the person making such a repossession. ഓക്കെ, അപ്പോൾ പർച്ചേസ് പ്രൈസിൽ നിന്ന് 5% എങ്ങനെയാണ്, ക്വാർട്ടർ ആണെങ്കിൽ ക്വാർട്ടർ, അല്ലെങ്കിൽ ഏതാണോ ഇയർലി ആണെന്നുണ്ടെങ്കിൽ ഇയർലി അത് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ ഇതധികം വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് കൂപ്പൺ വൗച്ചറിൻ്റെ കേസിൽ ഇപ്പോൾ ചില പർച്ചേസൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും, കൂപ്പണോ വൗച്ചറൊക്കെ കിട്ടും.
ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കുറച്ച് സാധനങ്ങൾ വാങ്ങി, ഒരു ബൾക്ക് പർച്ചേസ് ആയിരുന്നു, ഒരു 10,000 മുകളിലേക്കുള്ള പർച്ചേസ് നടത്തി. അപ്പോൾ അവിടെ ഒരു കൂപ്പൺ വൗച്ചർ കിട്ടി, ഒരു കൂപ്പൺ കിട്ടി. ആ കൂപ്പണിൽ ഇങ്ങനെയാണ് 1000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം അവിടെ നിന്ന് തന്നെ. അപ്പോൾ ആ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ കൂപ്പണിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് 1000 തന്നെ ആകും. ഇനി 900 മാത്രമേ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് 900 ആകും. അപ്പോൾ ഈ കൂപ്പണിൻ്റെയും വൗച്ചറിൻ്റെയും കേസിൽ മണി വാല്യൂ ഓഫ് സപ്ലൈസ് റിഡീമബിൾ അഗെയിൻസ്റ്റ് സച്ച് വൗച്ചർ ഓർ കൂപ്പൺ. ആ കൂപ്പണോ അല്ലെങ്കിൽ വൗച്ചർ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് അതാകും അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. നെക്സ്റ്റ്, നോട്ടിഫൈഡ് സർവീസ് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് എന്താണ്, നില്ലാകും ഇഫ് ITC ഈസ് അവൈലബിൾ. നമ്മൾ മുന്നേ റൂൾ 28 പഠിച്ചു, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് തമ്മിൽ സപ്ലൈ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റൂൾ 28 പ്രകാരമാണ് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുക. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ലേ, അതേപോലെ എത്രയാണ് അതിൻ്റെ കൺസിഡറേഷൻ പ്ലസ് എക്സ്ചേഞ്ച് ചെയ്ത ഗുഡ്സിൻ്റെ വാല്യൂ, പിന്നെ ലൈക്ക് ആൻഡ് കൈൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു അല്ലേ. ഇവിടെ നോട്ടിഫൈഡ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ, അതും ആര് തമ്മിൽ, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ നോട്ടിഫൈഡ് കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ITC അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് നിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് പ്യുവർ ഏജൻറ്റ്. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് ഇൻകേർഡ് ബൈ ദി സപ്ലയർ ആസ് എ ഏജൻറ്റ് ഓഫ് റെസിപ്പിയൻറ്റ് ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി വാല്യൂ ദ സപ്ലയർ ആക്ട് ആസ് എ പ്യുവർ ഏജൻറ്റ്. Payment made separately indicate in the invoice addition to service he supplied on. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം, എക്സാമ്പിളൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനൊരു കമ്പനി സെക്രട്ടറിഷിപ്പ് നടത്തുന്ന ഒരു ഏജൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനി എന്നോട് വന്നിട്ട് എൻ്റെ അപ്രോച്ച് ചെയ്തിട്ട് പറയാണ്, എനിക്ക് ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROCയിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമ്പനി ROCയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചാർജ് ഈടാക്കി, അത് എൻ്റെ ഒരു സർവീസ് ചാർജ് എന്നുള്ളത് എത്രയാണ്, 25,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 25,000 ഇതിന് നിങ്ങൾ ROCയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ചലാൻ പേയ്മെൻറ്റ് ചെയ്യണം. ചലാൻ പേയ്മെൻറ്റ് എത്രയാണ്, 15,000 നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി അടച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് പ്യുവർ ഏജൻറ്റ് കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് എത്രയാണ് വരിക, 25,000 ആണ്. ഏത് എക്സ്ക്ലൂഡ് ചെയ്യും, പേയ്മെൻറ്റ് മെയ്ഡ് സെപ്പറേറ്റ്ലി ഇൻഡിക്കേറ്റ് ഇൻ ദി ഇൻവോയ്സ്, അതേപോലെ സപ്ലയർ ആക്ടസ് അഡീഷൻ ടു സർവീസ് ഈ സപ്ലൈഡ് ഓൺ, അതൊക്കെ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 25,000 ആകും ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ക്ലിയർ. നെക്സ്റ്റ് കേസ് പറയുന്നത് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് കറൻസി അതർ ദാൻ ഇന്ത്യൻ റുപ്പി ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് കറൻസി അതർ ദാൻ ഇന്ത്യൻ റുപ്പി ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ. ഇപ്പോൾ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് നടത്തി, അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് നടത്തി, അപ്പോൾ അതിൽ ഇൻവോയ്സ് തന്നിട്ടുള്ളത് ഫോറിൻ കറൻസിയിലാണ്. അപ്പോൾ അത് ഇന്ത്യൻ കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റ് നോട്ടിഫൈഡ് ബൈ CBEC അണ്ടർ കസ്റ്റംസ് ആക്ട് ഓൺ ദി ഡേറ്റ് ഓഫ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ്. ആ ഗുഡ്സ് എപ്പോഴാണോ സപ്ലൈ ചെയ്തിട്ടുള്ള ടൈമിൽ CBECയിൽ ആ റൈറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. ഇനി സർവീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആസ് പെർ ഗ്യാപ്പ് ഓൺ ദി ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ്. ഇപ്പോൾ ഗ്യാപ്പ് പ്രകാരം ആ ഗ്യാപ്പിൽ എത്രയാണോ ആ റേറ്റ് ഉള്ളത്, ആ സപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആ റേറ്റ് അതാകും വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത്. അപ്പോൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ CBECയിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള റേറ്റ് എത്രയാണോ അതെടുക്കുക. സർവീസ് ആണെന്നുണ്ടെങ്കിൽ ആസ് പെർ ദി ഗ്യാപ്പ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരമുള്ള റേറ്റ് ഉണ്ടാകും, ആ റേറ്റ് എടുക്കുക. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പറയുന്നത് വാല്യൂ സപ്ലൈ ഇൻക്ലൂസീവ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ്, സെൻട്രൽ ടാക്സ് ആൻഡ് സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സപ്ലൈൻ്റെ വാല്യൂവിൽ GST കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ IGSTയോ CGSTയോ SGSTയോ UTGSTയോ ഉൾപ്പെട്ടിട്ടുള്ള എമൗണ്ട് ആണ് വാല്യൂ ഓഫ് സപ്ലൈ എങ്കിൽ, അതിൽ നിന്ന് വെറുതെ വാല്യൂ ഓഫ് സപ്ലൈ ഇൻക്ലൂസീവ് GST ഉൾപ്പെട്ടിട്ടുള്ള വാല്യൂ ഓഫ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വാല്യൂ ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ദ വാല്യൂ ഇൻക്ലൂസീവ് GST ഓഫ് ആ ഇൻക്ലൂസീവ് GST കൂടി ഉൾപ്പെട്ടിട്ടുള്ള എമൗണ്ട് ഇൻറ്റു GST റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് സം അപ്ലിക്കബിൾ GST റേറ്റ് ഇൻ പെർസെൻറ്റേജ്. ആ എത്രയാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ള GST റേറ്റ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 പ്ലസ്
GST റേറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് സപ്ലൈ കിട്ടും. നമ്മൾ സാധാരണ ചെയ്യലുള്ളത് തന്നെയാണ് വാല്യൂ ഓഫ് GST പ്ലസ് വാല്യൂ ഓഫ് GST ഡിവൈഡഡ് ബൈ 100 പ്ലസ് GST ഇൻറ്റു GST റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.